ഹായ് ഫ്രണ്ട്സ്, ലവ് ബിയോണ്ട് ദ കേഴ്സ് ഫോർത്ത് എപ്പിസോഡ്. രാവിലെ തന്നെ ഹീറോയുടെ അനിയനെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. നോക്കുമ്പോൾ അവളവിടെ കാണുന്നില്ല. അതുകൊണ്ട് നേരെ ഹീറോയുടെ അടുത്ത് വന്നിട്ട് കാര്യം പറയുന്നുണ്ട്. അവളിനി വരത്തില്ല, കുക്ക് ചെയ്യത്തില്ല എന്ന് ഹീറോ പറയുമ്പം ഫുഡ് കിട്ടില്ല എന്നുള്ളൊരു വിഷമമുണ്ടെങ്കിലും അവള് വരത്തില്ലല്ലോ എന്ന് ആലോചിച്ച് അവന് സന്തോഷം. ശരിക്കും അവളെ ഇങ്ങോട്ട് ഇനി കൂട്ടുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് ഹീറോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഹീറോയിനെ അന്വേഷിച്ച് അവളുടെ ആ ബോട്ടിന്റെ അടുത്തേക്ക് വരുന്നതാണ്. അവള് നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനത് വന്ന് നോക്കിയിട്ട് നല്ല ഫുഡാണല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾ അവനെ മൈൻഡ് ആക്കുന്നില്ല. അനിയനെ വിശക്കുന്നെന്ന് പറഞ്ഞായിരുന്നു, നീ വന്ന് ഫുഡ് ഉണ്ടാക്കി തരുമോന്ന് ചോദിക്കുമ്പം അതിന്റെ ഒരു കുറവേ ഉള്ളൂ, അല്ലെങ്കിൽ അവൻ എന്നെ കുക്കായിട്ടാ കാണുന്നത്. അപ്പോഴാണ് ടേബിളില് മെങ്ങ് കൊടുത്തിട്ട് വെച്ച ആ ഒരു സ്നോ ക്രീം കാണുന്നത്. ഇതാരാ തന്നെയെന്ന് പറഞ്ഞെടുത്ത് നോക്കുമ്പം അതിന്റെ ബേക്കില് മെങ്ങ് എഴുതിയിട്ടുണ്ട്. മെങ്ങ് നിന്നെ കാണാൻ വന്നോ? ആ വന്നു. എന്തിനാ വന്നത്? അത് നിങ്ങളുടെ കാര്യമല്ല, നീ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അതുകൊണ്ട് നിന്റെ അടുത്ത് എന്തെങ്കിലും ബാഡ് ഇന്റൻഷൻ ഉണ്ടെങ്കിലോ എന്ന് ഹീറോ. ഞാനും എന്റെ ബോട്ടും ശിവനെന്ന് പറഞ്ഞൊരു ജീവിതവും, ഇതിൽ ആർക്ക് എന്ത് വേണ്ടി വരാനാണെന്ന് ഹീറോയിൻ. ഇപ്പോഴാണ് ഹീറോയുടെ ആ മനസ്സിന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് ഇരുന്നത്. നീ മറ്റാണുങ്ങളോട് ക്ലോസ് ആവുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അത് കേട്ടതവൾ നീറ്റ് വന്ന് നോക്കുന്നുണ്ട്. പിടിച്ചു നിർത്തിയിട്ട് മരിക്കുന്നതിന് ഇപ്പൊ എന്താ കുഴപ്പമെന്ന് എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്. ഒരുപാട് കാലം ജീവിച്ചുകൊണ്ടായിരിക്കാം ഈ ലോകം മൊത്തം എനിക്ക് ഡള്ളായിട്ട് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. മരണവും നല്ലതാണെന്നാണ് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നതെന്ന് പറയുമ്പം ശരിക്കും ജീവിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് ഹീറോയിൻ. അവനെ കാര്യം മനസ്സിലാവുന്നില്ല. അടുത്ത സീനില് അവൾ അവനെയും കൂട്ടിയിട്ട് ഗെയിം കളിക്കാനിരിക്കുകയാണ്. ഓരോ റൗണ്ടിലും രണ്ടുപേരും ഓരോ കട്ട വീതം. റെഡും ബ്ലാക്കും ആണ് കളർ ഉണ്ടാവുക. അത് മിക്സ് ആവാതെ രണ്ടും രണ്ട് സൈഡിലായിട്ട് വേർതിരിഞ്ഞുണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡൈസ് കിട്ടിയ ആളായിരിക്കും ജയിക്കുന്നത്. ഇവർ ഒരുപാട് റൗണ്ട് പോകുന്നുണ്ട്. അപ്പോഴൊക്കെ ജയിക്കുന്നത് ഹീറോയിനാണ്. ഹീറോയ്ക്ക് അപ്പോഴേക്കും ഒരു രസം പിടിച്ചു വരുന്നുണ്ട്. ഹീറോ കുറെ തോറ്റ് കഴിയുമ്പം എന്നാ നമുക്ക് നിർത്താന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. അതൊന്നും പറ്റത്തില്ല, എനിക്ക് എന്തായാലും ജയിക്കണം എന്ന് പറഞ്ഞ് പിന്നെയും ഒരുപാട് കളിച്ച് അവസാനം ഒന്ന് ജയിക്കുന്നുണ്ട്. ഇത്രയും കാലം ജീവിച്ചിരുന്നിട്ട് ഹീറോ ചെസ് മാത്രമേ കളിച്ചിട്ടുള്ളൂ. ഇതെന്തായാലും ഒരു ഗെയിം അല്ലേ, കുറച്ച് കഴിയുമ്പോൾ അതും ബോറടിക്കുന്ന ഹീറോ പറയുമ്പം അവനെയും കൂട്ടിയിട്ട് ഹീറോയിൻ ബാർബിക്യൂ ഉണ്ടാക്കുന്നുണ്ട്. അതുണ്ടാക്കി കഴിക്കുമ്പം അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പോരാത്തന്നെ ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അത് ഉണ്ടാക്കിയതൊക്കെ കാണുമ്പം ഒരു പ്രത്യേക സന്തോഷം. അനിയനെയാണ് പിന്നെ കാണുന്നത്. അവന്റെ അടുത്തേക്ക് ഇങ്ങിങ് വന്നിട്ട് ഹീറോ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അറിയത്തില്ല, എനിക്ക് കുക്കിനെ അന്വേഷിക്കാൻ പോയതാണ്. പിന്നെ ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള ലേഡീൻ്റെ അടുത്ത് പോവാതിരുന്നാ കൊള്ളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇത്രയും കാലം ഹീറോയുടെ കൂടെ അവളുണ്ടായിരുന്നു, എന്നിട്ടും ഹീറോ അവക്ക് ഇത്ര പരിഗണന കൊടുത്തിട്ടില്ല എന്നുള്ളൊരു രീതിക്കുള്ള ഒരു ദേഷ്യം. അതിന്റെ ഇടയ്ക്കാണ് മുഖത്തെന്തോ വേദന പോലെ വരുന്നത്. അനിയന് സംശയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയിൻ ഒരു ദിവസം കുടിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞായിരുന്നല്ലോ ഹീറോയുടെ എന്തോ ഒരു ഫ്ലവർ അവള് വളർത്തുന്നുണ്ട് എന്ന്. അതെന്താണെന്നാണ് ആലോചിക്കുന്നത്. ഇവിടെ ഹീറോയുടെ അടുത്ത് ഫയർ വർക്ക്സ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അത് ആദ്യമായിട്ട് കേക്ക് തണുക്കാണ് അവന്റെ ഭാവം. അങ്ങനെ ഹീറോയിൻ അതും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഹാപ്പി ആവുന്നു. അത് കണ്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നാണ് ഹീറോയിൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ഹീറോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ഒന്നും തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് അവൻ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവളുടെ കൂടെയാണ്. നമ്മുടെ കൂടെ ആരാണ് ഉള്ളത് എന്ന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഹീറോയിൻ്റെ കൂടെ ഇനിയുള്ള കാലം അവനെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള രീതിക്ക് പറഞ്ഞ് അവളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അവക്കാണെങ്കിൽ ഇവനിത് എന്താലോചിച്ചിട്ടായി പറയുന്നത്, ശരിക്കും പറയുന്നതാണോ? നാളെ രാവിലെ ആവുമ്പോ ഇനി മാറ്റി പറയുമെന്നൊക്കെയാണ് സംശയം. കാരണം അവളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഹീറോ അവളെ കിസ് ചെയ്യുന്നത്. ഇവരെ കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിങ്ങിന്റെ അസിസ്റ്റന്റ് കാണുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ഹീറോ കിസ് ചെയ്തതിന് ശേഷം അവളെയും കൂട്ടിയിട്ട് വീടിന്റെ മേലെ കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. അവിടുന്ന് നോക്കുമ്പം അത്യാവശ്യം താഴെയുള്ള എല്ലാം തന്നെ കാണാൻ പറ്റും. കാലങ്ങളായിട്ട് അവൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് അവിടുന്ന് ആ ഒരു താഴേക്കുള്ള വ്യൂ കാണാറുള്ളത്. അവിടെയുള്ള ആ ഒരു ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ. അതെന്താ അനിയനെയും ഇങ്ങിനെയും കൂട്ടിക്കൂടായിരുന്നു എന്ന് ഹീറോയിൻ ചോദിക്കുമ്പം അവരെ ചെറിയ പിള്ളേരായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ അവരുടെ മൂത്ത ചേട്ടനും. അതൊന്നും കുഴപ്പമില്ല, ഇനിയിപ്പോ ഞാനുണ്ടല്ലോ ഹീറോയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ അവളെ ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുമ്പം പക്ഷെ എന്റെ പേടി നിന്റെ കൂടെ കുറെ കാലം ഉണ്ടാവാൻ പറ്റില്ലെങ്കിലോ എന്നാണെന്ന് ഹീറോയ്ക്ക് എറ്റേണൽ ലൈഫാണെന്ന് വിചാരിക്കുന്നതും കൊണ്ട് തന്നെ ഹീറോയിൻ പറയുന്നു അത് ഞാനാണ് പറയേണ്ടത്. ഞാനല്ലേ കുറച്ചു കാലം ജീവിക്കുക, അത്രയും കാലം എന്തായാലും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറയുവാണ്. അവള് ജീവനോട് ഉള്ളിടത്തോളം കാലം അവനും അവളുടെ കൂടെ ഉണ്ടാവണം, നമ്മൾ ഒരുമിച്ചായിരിക്കണം എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവള് ഭയങ്കര ഹാപ്പി. ഹീറോ പിന്നെ അവളെ പിടിച്ച് വെച്ച് കിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ മെങ്ങിന്റെ അസിസ്റ്റന്റ് മെങ്ങിന്റെ അടുത്ത് ഇവരിങ്ങനെ ഫയർ വർക്ക്സ് കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവന്റെ വിഷമം അവനത് കണ്ടിട്ട് ഒരുപാട് കാലമായിരുന്നു. പണ്ട് മെങ്ങ് അവന്റെ ഗാർഡനിലിരിക്കുന്ന സമയത്ത് ഹൂലിയാങ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവന്റെ അടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹൂലിയാങ്ങും മെങ്ങിനെ പോലെ തന്നെ ഒരു ഡോക്ടറാണ്, ഒരുപാട് പേരെ ചികിത്സിക്കണം, നല്ലൊരു ഡോക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വളരെ നല്ലൊരു മനസ്സുള്ള ഒരു ലേഡിയാണ്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യും. അവളുടെ അടുത്ത് കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ മെങ്ങ് പറയുന്നുണ്ട്. അങ്ങനെ
അങ്ങനെ അവരെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഹീറോയെ കുറിച്ചുള്ള ഒരു ടോക്ക് വരുന്നുണ്ട്. ആ സമയത്ത് മെങ് ചോദിക്കുന്നുണ്ട്, നിനക്കും ഹീറോയെ പോലെ എറ്റേണൽ ലൈഫ് വേണമെന്ന് ആഗ്രഹമുണ്ടോന്ന്. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല, അത് വളരെ കഷ്ടമാണ്. ഒരുപാട് കാലം ജീവിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടാവും, പ്രണയോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ അവസാനം അവർ മരിക്കുന്ന ആ ഒരു പെയിന് എപ്പോഴും ഇരുട്ടത്ത് ജീവിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും അവരെ പോലെയൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം കഷ്ടമുള്ള കാര്യമാണ് എന്നവള് പറയുന്നുണ്ട്. അവക്ക് ഹീറോയുടെ സിറ്റുവേഷൻ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ മെങ്ങിന് ഇതുവരേക്കും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും അവിടെ ഇരുന്നിട്ട് താൻ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളത് ഹീറോയെ കൊണ്ട് ആ ഒരു പെയിൻ അനുഭവിപ്പിക്കുന്നു പറഞ്ഞ് അത്രത്തോളം വില്ലത്തരത്തിലാണ് അവൻ അവിടെ ഇരിക്കുന്നത്. ഇവിടെ ഹീറോയും ഹീറോയിനും ഹീറോയുടെ വീട്ടിലാണ് ഉള്ളത്. അവളുടെ അടുത്ത് ഇനി മുതൽ അവള് ബോട്ടിൽ നിൽക്കണ്ട, ഹീറോയുടെ വീട്ടിൽ ഒന്ന് താമസിക്കാനാണ് പറയുന്നത്. മോശപ്പെട്ട ആൾക്കാരിൽ നിന്നും ഹീറോയിനെ സംരക്ഷിക്കണമെന്ന്. മോശപ്പെട്ട ആൾക്കാരോ? ആരെ മെങ്ങിനെ കുറിച്ചാണോ പറയുന്നത് എന്ന് ഹീറോയിൻ ജലസാണോ എന്ന് ചോദിക്കുകയാണ്. ആദ്യമൊന്നും സമ്മതിക്കുന്നില്ലെങ്കിലും അതെ, അതിനെന്താ കുഴപ്പമെന്ന് പറഞ്ഞ് റൊമാൻസ് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് വരുന്ന സമയത്താണ് അനിയൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവന്റെ പേര് ചോങ് എന്നാണ്. ചെക്കൻ വന്ന് നോക്കുമ്പം ഹീറോയിൻ പെട്ടിയും കടക്കയൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെന്താന്ന് ചോദിക്കുമ്പം എന്റെ ലഗേജ് ആണെന്ന് ഹീറോയിൻ. എന്റെ പേര് പറഞ്ഞ് വിളിക്കാൻ നിനക്ക് ആരാ അധികാരം തന്നത് എന്ന് അനിയൻ ചോദിക്കുന്നേന്. ശരി, ഞാൻ നിന്നെ അങ്ങനെ വിളിക്കുന്നില്ല, പക്ഷെ ഒരു കാര്യം ഓർത്ത് വെക്കണം, ഞാനാണ് നിന്റെ ചേട്ടത്തിയമ്മ. അത് ശരിയാണ്, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഹീറോയും. ചെക്കൻ അത്ര താല്പര്യമില്ലാതെയാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ചോദിക്കുന്നത്, എങ്ങനെ എവിടെ പോയിന്ന്. അറിയത്തില്ല, കുറച്ച് ദിവസമായിട്ട് അവള് റൂമിൽ തന്നെയാണ്, പുറത്തേക്ക് വരുന്നേ ഇല്ലെന്ന് അനിയൻ പറയുമ്പം ഹീറോയിനും പറയുന്നുണ്ട്, ശരിയാണല്ലോ, കുറെ ദിവസമായല്ലോ അവളിങ്ങനെ പുറത്തേക്ക് കണ്ടിട്ട് എന്ന്. അവനത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല, കാഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഹീറോയ്ക്ക് തോന്നുന്നത്. ഇവിടെ എങ്ങിങ്ങനെ മെങ്ങിന്റെ സ്നോ ക്രീം തേച്ചിട്ട് അവളുടെ മുഖം മൊത്തം ഒരുമാതിരി പുള്ളി കണക്ക് വന്നിട്ടുണ്ട്. അവളൊരു മൂവി സ്റ്റാറും കൂടിയാണല്ലോ, അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ ഒരു നാണക്കേട്. രാത്രി ആവുന്നുണ്ട്, ഹീറോയും ഹീറോയിനും റൂമിലാണുള്ളത്. ഞാന് സോഫയെ കിടക്കണോ ബെഡ് കിടക്കണോ എന്ന് ഹീറോയിൻ. ബെഡിൽ കിടന്നോളാൻ ഹീറോ. അത് ശരിയാവത്തില്ല, നിങ്ങൾ ബെഡിൽ കിടന്നോ, ഞാൻ സോഫയിൽ കിടന്നോളാന്ന് ഹീറോയിൻ. അടുത്ത് വന്നിരുന്ന് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് എന്നാ പിന്നെ ഞാനും സോഫയിൽ കിടക്കാന്ന് പറയുമ്പം സോഫയിൽ നമ്മൾ രണ്ടുപേരും കൊള്ളത്തില്ല, അത് ചെറുതല്ലേന്ന് ഹീറോയിൻ. എന്നാ പിന്നെ വാ ബെഡ് കിടക്കാം എന്നും പറഞ്ഞ് അടുത്തേക്ക് വരുന്നുണ്ട്. ഒന്നിഷ്ടാന്ന് പറഞ്ഞു എന്ന് വെച്ച് ചെക്കനെ ഇപ്പൊ കൈ പിടിക്കാൻ കിട്ടുന്നില്ല. അവരങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് കിസ് ചെയ്യുന്നതും കാണിച്ച് ഇങ്ങിങ് മെങ്ങിന്റെ അടുത്തോട്ട് ഒച്ചയെടുക്കുന്നുണ്ട്. അവളുടെ ഫേസ് കാണിച്ച് അതിങ്ങനെ ആവാൻ കാരണം നീയാണെന്ന് പറഞ്ഞിട്ട്. അവൻ ജസ്റ്റ് ഒരു ക്രീം വന്നേ ഉള്ളൂ, ഈ കുറ്റമൊന്നും ഏറ്റെടുക്കാൻ എന്നെ കിട്ടത്തില്ല എന്ന് മെങ്ങ്. നന്നായിട്ട് ദേഷ്യം വന്ന് ഞാൻ ഹീറോയുടെ അടുത്ത് പറഞ്ഞോളാന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പം അവൻ നിന്നെ കുറിച്ച് ഇപ്പൊ കെയർ ചെയ്യുന്നുണ്ട് എന്നാണോ നീ വിചാരിക്കുന്നത്? അവനിപ്പോ ഫുള്ള് ഹീറോയിന്റെ പുറകെ കിടക്കുകയാണ്. നീയൊന്നും അവനിപ്പോ ഒന്നും അല്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അത് അവക്കങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇവക്ക് ഹീറോയെ ഇഷ്ടമാണ്, തിരിച്ച് ഹീറോയ്ക്കും ഇവളെ തന്നെയാണ് ഇഷ്ടം എന്നാണ് പറയുന്നത്. പഴയതുപോലെ ഹീറോ നിന്റെ വഴിക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതിയെന്നും പറഞ്ഞ് അവളുടെ മുഖം ശരിയാവാനുള്ള ആന്റിഡോട്ട് എടുക്കുന്നുണ്ട്. അവൾ അത് മേടിക്കാൻ നോക്കുമ്പം കൈ മാറ്റിയിട്ട് പക്ഷെ ഇതിന് നീ പേ ചെയ്യേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അതെന്താണോ എന്തോ. അടുത്ത സീനില് ഹീറോയിൻ ആത്മാർത്ഥമായിട്ട് അവളുടെ ഫ്ലവേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ അതിലും ആത്മാർത്ഥമായിട്ട് അവളെ ഇരുന്ന് വായി നോക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഫ്ലവേഴ്സ് ഒക്കെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് എടുത്തോ, അപ്പൊ എന്നും ഇങ്ങോട്ട് വരണ്ടല്ലോ. അത് പറ്റത്തില്ല, കുറെ കാലമായിട്ട് ഈ ഒരു മണ്ണിലാണല്ലോ അവ വളരുന്നത്, അതുകൊണ്ട് അതിന്റെ ഗ്രോത്തിനെ ബാധിക്കും. അത് വേണ്ട. അല്ല, അതും പറഞ്ഞ ഒരു പോട്ട് എടുത്തോണ്ട് പോകുന്ന സമയത്ത് അത് താഴെ വീണ് അവളുടെ കാല് മുറിയുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് വന്ന് നോക്കുന്ന ഹീറോയ്ക്ക് ഭയങ്കര വിഷമം. അവന്റെ കണ്ണൊക്കെ ഒരുമാതിരി നിറഞ്ഞു വരുന്നുണ്ട്. അത് കാണുമ്പോ ഹീറോയിനും കണ്ണ് നിറയുന്നുണ്ട്. ഇത്രയും കാലം അവൾ ഒറ്റയ്ക്കാണല്ലോ താമസിച്ചത്. അത് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് ശീലമാണ്, വിഷമിക്കണ്ടെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. പക്ഷെ അതും കൂടെ കേൾക്കുമ്പം ഹീറോന്റെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് നിറഞ്ഞു വരുന്നുണ്ട്. ഇവരെ കണ്ടിട്ട് തന്നെ കുറച്ച് ദിവസമായിട്ടുണ്ടാവുള്ളൂ, അതിലും കുറവാണ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇത്രയും പെട്ടെന്നൊക്കെ ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത് ലവ് ഈസ് മാജിക്, എന്ത് വേണേലും നടക്കാം. മരുന്ന് കൊണ്ടുവന്ന് അവളുടെ കാലില് കെട്ടിയും കൊടുക്കുന്നുണ്ട്. ആ സമയത്തും അവൻ കരയുമായിരുന്നു. ഇനി ഒരിക്കലും അവളെ ഹേർട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് ഹീറോയിൻ പറയുന്നത് അവള് നോക്ട്രസ് ഫ്ലവർ കണ്ടിട്ട് കുറച്ചായല്ലോ എന്ന്. അവിടെ പോയി നോക്കുമ്പം അതൊന്നുകൂടെ വിരിഞ്ഞിട്ടുണ്ട്. ഫ്ലവർ കൂടുതൽ വിരിയും തോറും നമുക്കും ഹീറോയ്ക്കും ഒരേ വികാരാണെങ്കിലും ഹീറോയിന് ഭയങ്കര ഹാപ്പിയാണ്. ഇനിയും കുറച്ചും കൂടെ ചോര കൊടുത്തിട്ടുണ്ടേല് അത് നന്നായിട്ട് വളരുന്നു പറയുമ്പം നീ ചോരയൊന്നും കൊടുക്കാൻ നിൽക്കണ്ട എന്ന് ഹീറോ.
അതെന്താ അങ്ങനെ? അപ്പൊ അത് വളരണ്ടേന്ന് ചോദിക്കുമ്പം എനിക്ക് ആ പൂവിനെക്കാട്ടും ഇമ്പോർട്ടന്റ് നീയാണ് എന്ന് ഹീറോ. ഇങ്ങനത്തെ ഡയലോഗൊക്കെ ഹീറോയുടെ അടുത്ത് കേൾക്കാൻ പറ്റുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഭയങ്കരമായിട്ട് അങ്ങ് ഹാപ്പി ആവുന്നുണ്ട്. എന്തോ കണ്ടാണക്ക് അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ച് ഹീറോട് അങ്ങോട്ട് നോക്കാനും പറഞ്ഞ് അവന്റെ കവളിൽ ഒരു കിസ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണോ കിസ് ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് ഹീറോ അവളെ പിടിച്ച് ലിപ്പിലേക്ക് കിസ് കൊടുക്കുന്നുണ്ട്. കിസ് എന്നല്ല പറയണ്ടേ, ഈറ്റിംഗ് എന്നാണ് പറയേണ്ടത്. എന്നിട്ടൊന്ന് കഴിഞ്ഞൊടിക്കുന്നതും സ്നോ വീഴുന്നുണ്ട്. അവൾക്ക് സ്നോ ഭയങ്കര ഇഷ്ടമാണല്ലോ. അവള് ഹാപ്പി ആയിട്ട് അത് നോക്കുമ്പം അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അവള് ഹാപ്പി ആയിട്ടുള്ളത് നോക്കി ചിരിക്കുന്നുണ്ട്. ചിരിച്ചില്ലേന്ന് അവള് ചോദിക്കുന്നതിന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഇപ്രാവശ്യം അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇടുന്ന നിർത്തിയിട്ട് കുറച്ച് ലൈറ്റ് കളറുള്ള ഡ്രസ്സൊക്കെ ഇടാൻ ഹീറോയിൻ പറയാണ്. ഇപ്പോഴേ എന്നെ ബോസ് ചെയ്യാൻ തുടങ്ങിയോന്ന് ഹീറോ. ഞാൻ കെയർ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ലേന്ന് ഹീറോയിൻ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഹീറോ. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ക്രിഞ്ചായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നതും കൊണ്ട് അടുത്ത സീനിലേക്ക് പോവാം. അവള് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് സ്നോ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് നിൽക്കുന്നത് എന്ന് അവക്ക് മനസ്സിലാവുന്നില്ല. അതിനപ്പുറം അവന് മനസ്സിലാവുന്നില്ല. പിന്നെയും ട്രൈ ചെയ്യുന്നുണ്ട്, നടക്കുന്നില്ല. പിന്നെയും നോക്കുന്നുണ്ട്. പക്ഷെ അവന്റെ പവർ അവനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അവളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് സ്നോ വരുത്തിയത്. സ്നോ പോയപ്പം അവക്ക് എന്തോരം വിഷമമുണ്ടോ അതിന്റെ ഇരട്ടി വിഷമം അവനുണ്ട്. നമ്മുടെ വെള്ളമുടി അപ്പൂപ്പന്റെ അടുത്ത് പോയിട്ട് അവിടെയുള്ള ഒരു കല്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവന്റെ കൈ മുറിയുന്നല്ലാതെ ഒരു റിസൾട്ടും ഇല്ല. അത് കാണിച്ചു കൊടുത്ത് പവർ വർക്കാവുന്നില്ലെന്ന് പറയുമ്പം നിങ്ങൾ ഒരുപാട് കാലം ജീവിക്കുന്നതല്ലേ, അത് വിട്ടേക്കെന്ന് പുള്ളി. പക്ഷെ ഹീറോ നോക്കുമ്പം അവന്റെ മുറിവ് പോലും ഹീലായിട്ടില്ല, അതും സ്ലോ ആയിട്ടുണ്ട്. ഇതിനൊക്കെ അർത്ഥം നിന്റെ നോക്ട്രൻ ബ്ലൂം ചെയ്യാൻ പോവാണെന്നാണെന്ന് വെള്ളമുടിക്കാരൻ. ഇത്രയും കാലം ഹീറോയ്ക്ക് മരിക്കാൻ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈവൻ അവൻ അതിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ അത് ഡിഫറെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. രാത്രി നോക്കുമ്പം ഹീറോയിൻ അവന്റെ റൂം മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. കട്ടിലൊക്കെ പിങ്ക് കളറൊക്കെ ആക്കി മൊത്തത്തിൽ അവളുടെ സ്റ്റൈലില് ചേഞ്ച് ആക്കുന്നുണ്ട്. ഇത് നല്ല പരിപാടിയാണല്ലോ എന്ന് ഹീറോ പറയുമ്പം എന്തുപറ്റി ഇഷ്ടപ്പെട്ടില്ലേന്ന് ഹീറോയിൻ. ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ഹീറോ എന്തോ പറയാൻ വരുമ്പോഴേക്കും അവൾ അടുത്തേക്ക് വന്നിട്ട് അവന്റെ ഡ്രസ്സല്ലേ പിടിച്ച് ഇനിയിപ്പോ ഡ്രസ്സ് എപ്പോഴാ മാറ്റുന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പിടിച്ച് ടേബിളിലേക്ക് ചാരി നിർത്തിയിട്ട് ഇപ്പൊ തന്നെ ഊരണോന്ന് ചോദിക്കുന്നു. അവക്കൊരുമാതിരി ദിക്കുന്നുണ്ട്. പക്ഷെ ചെറുക്കൻ ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ലായിരുന്നു, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഡ്രസ്സ് ഊരുന്ന കണ്ടിട്ടേ അവക്ക് പേടി. അപ്പോഴാണ് അവൻ കിസ് ചെയ്യാനെന്നോണം അടുത്തേക്ക് ഇരുന്നത്. പിടിച്ചു നിർത്തിയിട്ട് ഈയിടെയായിട്ട് കുറച്ച് ധൈര്യം കൂടി വരുന്നുണ്ട്. എനിക്കിപ്പോ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോണം എന്നും പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങുന്നുണ്ട്. അതും കണ്ട് ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഹീറോ. കഴിക്കാനിരിക്കുന്ന സമയത്തും ഫുള്ള് റൊമാൻസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് നിന്ന് ഇതൊക്കെ അനിയൻ കാണുന്നുണ്ട്. അവനാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവനെ ശ്രദ്ധിക്കുമ്പോഴാണ് ഇവരും ഒന്ന് നിർത്തുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഹീറോ ഓരോ ഫുഡ് എടുക്കാൻ പോകുമ്പം അനിയൻ അതിൽ എന്നെ പിടിക്കുന്നു. അടുത്തെടുക്കാൻ പോകുമ്പം അതിൽ എന്നെ കൈവെക്കുന്നുണ്ട്. നിനക്ക് എന്താടാ പറ്റിയെന്ന് ഹീറോ. ഒന്നുമില്ല, ജസ്റ്റ് എനിക്ക് ആ പീസ് വേണം, അത്രേ ഉള്ളൂ എന്ന് അനിയൻ. ശരി മോനിത് കഴിച്ചു എന്നും പറഞ്ഞ് എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നാലും മുഖം വീർപ്പിച്ചാണ് ഇരിക്കുന്നത്. അവൻ ഒരെണ്ണം കൂടെ എടുത്തു കൊടുത്തിട്ട് ഹീറോയിൻ ഒരെണ്ണം എടുത്തു കൊടുക്കുന്നുണ്ട്. അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പല ടൈപ്പ് ജലസി കണ്ടിട്ടുണ്ട്. ഇത് വെറൈറ്റി ആയിട്ടും ഉണ്ട്, നന്നായിട്ടും ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഹീറോയിൻ എന്റെ കുക്കിംഗ് അവന് ഇത്ര ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞ് അവനെ ചെറുതായിട്ടൊന്ന് ടീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹീറോയുടെ അടുത്ത് എണീറ്റ് പോയിട്ട് നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാന്ന് പറയാണ്. ഞാനും വരുന്നുണ്ടെന്ന് അനിയൻ. ആ നീ വന്നോ, ഒരു കുഴപ്പമില്ല, ഞങ്ങളിങ്ങനെ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നത് നീ കാണുന്നതിന് കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഹീറോയുടെ മേത്തൂടെ കൈ ഓടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട അനിയന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ പറയുന്നത് നീ ഇരുന്ന് കഴിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് അനിയൻ റൂമിൽ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരുന്ന ഹീറോ നിനക്ക് എന്താടാ പറ്റിയത്? എന്തൊക്കെ പറഞ്ഞാലും നീയാണ് എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അനിയൻ. നീ എൻ്റെ അടുത്ത് നിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ലേഡീൻ്റെ കൂടെ നീ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്നനിയൻ പറയുന്നതിന് എനിക്ക് ശരിക്കും അവളെ ഇഷ്ടമാണെന്ന് ഹീറോ. എന്നിട്ട് കുറച്ച് സാഡായിട്ട് ഹീറോയുടെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്നും അതേ കണക്ക് അനിയനും യിങ്ങിങ്ങും ഒക്കെ ഉള്ളപ്പോഴാണ് അവൾക്ക് കുറച്ച് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്ന്. അത് ഓർത്ത് നിൽക്കുന്ന സമയത്ത് അനിയൻ എണീറ്റ് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവളെ ഒന്ന് തുറച്ചു നോക്കിയിട്ടാണ് പോകുന്നത്. അവനിങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടുന്നത് കാണുമ്പം അവക്കും ഒരു വിഷമം. അതിനെക്കുറിച്ച് പറയുമ്പം അതോർത്ത് നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് ഹീറോയിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് അവള് ചോദിക്കുന്നത് എപ്പോഴാ നമ്മുടെ മാരേജ് എന്ന്. അവളെ സോഫയിലേക്ക് പിടിച്ചിരുത്തി അപ്പൊ നീ ഇതാണല്ലേ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം വേറെന്താ ആലോചിക്കാനാണെന്ന് ഹീറോയിൻ. കല്യാണത്തിന് ഏത് പൈജാമ ഇടുന്നേന്ന് ഹീറോ അവളുടെ അടുത്ത് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടെ മെങ് ഹൂലിയ അങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. ഹൂലിയ അങ്ങനെ ഫസ്റ്റ് ടൈം കണ്ടത് ഓർക്കുന്നുണ്ട്. ഇവന്റെ ആ ഒരു ഗാർഡൻ ഒരുപാട് മുന്നേ ഉള്ളതാണ്. അവളൊരു ദിവസം അവിടുന്ന് എന്തോ ഒരു മെഡിസിൻ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മെങ്ങ് പോകുന്നത്. ആരാന്ന് ചോദിക്കുമ്പം സോറി ഓണറിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നും പറഞ്ഞ് അവളുടെ അടുത്തുള്ള ഒരു 2 നാണയം അവനെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പറിച്ച പ്ലാന്റ് മാത്രം എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നതിന് എന്താ പേര് എന്ന് മെങ്ങ്.
ഞാൻ ഈ സിറ്റിക്ക് പുറത്തുള്ള ഒരാളാണെന്ന് പറഞ്ഞ് അവളുടെ പേരും പറഞ്ഞു കൊടുത്തിട്ട് മെങ്ങ് ക്ലിനിക്കാണല്ലോ നടത്തുന്നത്. അപ്പൊ അവൻ ഒരുപാട് ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് എന്തോ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അവക്കും വലിയ ഡോക്ടർ ആവണം, ഇവന്റെ ക്ലിനിക്കിൽ ചേരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ മെങ്ങ് ആണുങ്ങളെ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവനെ കുറിച്ച് കുറ്റം പറഞ്ഞതിന് ശേഷമാണ് ആളുടെ പേര് ചോദിച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നത്. മെങ്ങിനോട് പേരെന്താണെന്ന് ചോദിക്കുമ്പോഴാണ് താൻ ഇത്രയും നേരം കുറ്റം പറഞ്ഞത് മെങ്ങിനെയാണെന്ന് മനസ്സിലാവുന്നത്. സോറിയും പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അപ്പോഴേ അവൻ അവളെ ഇഷ്ടമായതാണ്. അത് കഴിഞ്ഞിട്ട് മെങ്ങിന്റെ അസിസ്റ്റന്റ് അവളെ അവരുടെ ക്ലിനിക്കിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇവളാണെങ്കിൽ അവപ്പടെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇന്നലെ മെങ്ങിനെ കുറിച്ച് കുറ്റമൊക്കെ പറഞ്ഞല്ലോ, അതിന് മെങ്ങ് വല്ല പണിഷ്മെന്റും തരുമോന്ന്. പക്ഷെ അങ്ങോട്ടേക്ക് വരുന്ന മെങ്ങ് ഇവള് നെർവസ് ആയിട്ട് നിൽക്കുന്ന കണ്ടിട്ട് ഹാപ്പി ആയിട്ടാണ് വന്ന് സംസാരിക്കുന്നത്. അവള് പിന്നെ സോറി ചോദിക്കുമ്പം അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് അവന്റെ ക്ലിനിക്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അവൾക്ക് ശരിക്കും സ്കില്ലുണ്ട് എന്ന് പറഞ്ഞിട്ട്. മുന്നേ ഒക്കെ അവന്റെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാനായിരുന്നു അവൾക്ക് ആഗ്രഹം. പക്ഷെ ഇപ്പം വില്ലേജില് ആൾക്കാർക്ക് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് വേണം. അതിനു വേണ്ടിയിട്ട് താൻ അങ്ങോട്ട് പോവാണെന്ന് പറയുന്നു. ശരി, ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി അവിടെ വില്ലേജ് ക്ലിനിക്ക് തുടങ്ങാവോ എന്നും ചോദിച്ച് അവള് കൊടുത്ത അതേ നാണയങ്ങള് അവൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവൾക്കും ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെയാണ് അവരുടെ റിലേഷൻഷിപ്പ് പടർന്ന് പന്തലിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും മിങ് പ്രസന്റില് ആ ഒരു കോയിൻസ് എടുത്ത് വെച്ചിട്ട് തന്നെയാണ് അവളെ മിസ് ചെയ്യുന്നെന്നും പറഞ്ഞ് അത് നോക്കിയിരിക്കുന്നത്. ഇവിടെ ഹീറോയ്ക്ക് വേണ്ടി റെഡി ആയിട്ട് നിന്നിട്ട് ഹീറോ രാവിലെ പോയതാണ്. എന്താ ഇതുവരേക്കും വരാത്തേന്നും പറഞ്ഞ് ആലോചിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആരോ വരുന്നത്. കാല് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആള് വാതിൽ ഓർക്കുന്നുണ്ട്. ആള് വാതിൽ ഓർക്കുന്നതും ഹീറോയിൻ ഷോക്കായി നിൽക്കുന്നു. ആരാണ് വന്നതെന്നറിയില്ല. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് കഴിയുന്നത്. ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും മിസ്സാക്കാതെയാണ് പറയുന്നത്. അത് കുറച്ച് ഓവറാണെന്ന് എനിക്കും തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് ജസ്റ്റ് സ്റ്റോറി ലൈൻ മാത്രം പറഞ്ഞു പോവാം.